Hey guys. Hey, para. Okay, para. Hey guys, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു നമ്മൾ ജസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ പുറത്തോട്ടേക്ക് ഇറങ്ങാൻ നിർത്തു. അതുപോലെ പാർക്കിലോട്ടേക്കല്ല, കാരണം കുറേ നാളായി. യെസ്, 4:34. അപ്പം എല്ലാ പ്രാവശ്യം നമ്മൾ പാർക്കിലോട്ടേക്കാണ് പോകുന്നത്. ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ നിർത്തു. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ റിച്ച്മണ്ടിൽ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പം വലിയ പർച്ചേസിങ് ഒന്നും പ്ലാനിലില്ല, പക്ഷെ ചുമ്മാ പോയി നോക്കാൻ നിർത്തു. അപ്പോൾ നമുക്ക് പോവാം. ബസ്സിലാണ് കേട്ടോ നമ്മൾ റിച്ച്മോണ്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ തൊട്ടടുത്തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഗ്ലാസ് ഇട്ടൊരു സംഭവം കാണുന്നില്ലേ, അതാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബസ്സിന്റെ നമ്പറൊക്കെ കൊടുത്ത് തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ടാവും. ഈ നാട്ടിൽ ബസ്സിന് പേരുണ്ടാവില്ലേ, അതിന് വരെ ഇവിടെ ഇങ്ങനെ നമ്പറാണ് കേട്ടോ. ബസ് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടുത്തെ ബസ് കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നൊക്കെ എനിക്കറിയാം, പിന്നെ ചുമ്മാ ഒരു എഫക്റ്റിന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മന്ത്ലി റീചാർജബിൾ ആയിട്ടുള്ള ഒരു കാർഡ് ഉണ്ടാവും. അത് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിൽ എൻ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിട്ട് നമ്മളിനി നെക്സ്റ്റ് സ്കൈ ട്രെയിൻ പിടിക്കണം. ഒരു 20 minutes അവിടെ ആക്ച്വൽ പ്ലേസിൽ എത്താൻ വേണ്ടി. നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഇതിൽ ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് 2 പേർക്കും കൂടെ ഒറ്റ എൻട്രി പാസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതാണ് പേടി, ആരെങ്കിലും പിടിച്ച് പുറത്താക്കുമെന്ന്. കാരണം എൻ്റെയൊക്കെ അവിടെ മോൺട്രിയലിൽ നമ്മൾ ഒരു പാസ് വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നോക്കാം. നേരത്തെ നമ്മൾ ബസ്സിന് യൂസ് ചെയ്ത കാർഡില്ലേ, ആ സെയിം കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. ഇനി ഇൻ കേസ് അതില്ലെങ്കിൽ ഈ കാണുന്ന മെഷീനിൽ നിന്ന് നമുക്ക് 1 ടൈം പാസ് എടുക്കാം. ജസ്റ്റ് നമ്മുടെ ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡോ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാർഡ് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ള ഒരാൾക്ക് കാർഡ് ഉണ്ടായാലും മതി. ഇവിടെ ചെക്കിങ്ങിനൊന്നും ആളില്ല, അതുകൊണ്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങളിപ്പോൾ ഒരു കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ 2 പേരും എൻ്റർ ചെയ്തത്. പിന്നെ നമ്മളീ പോകുന്നത് സ്കൈ ട്രെയിനിലായതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ട്രെയിനൊക്കെ വരുന്നത്. അവിടെ കയറിയിട്ട് നമുക്ക് ഏത് ഡയറക്ഷനാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ചെറുതായിട്ട് പണി മാറി, ഇവർക്ക് സൈഡ് മാറിപ്പോയി. നമ്മൾ മാപ്പ് ഇട്ടപ്പോൾ, അതായത് ട്രെയിൻ പോകുന്ന 2 സൈഡുണ്ടല്ലോ, നമ്മൾ നിന്നത് ഇപ്പുറത്തെ സൈഡിലായിരുന്നു. പക്ഷെ നമ്മൾ അധികം ദൂരമൊന്നും പോയില്ല, ജസ്റ്റ് 1 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി നമ്മളവിടെ ഇറങ്ങി. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. യെസ്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ നോട്ട് ചെയ്തൊരു പ്രത്യേകതയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആരാണോ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് അവരങ്ങ് ഇടിച്ചു കയറുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ആദ്യം വന്നവർ ആദ്യം കയറട്ടെ എന്നുള്ളൊരു രീതിയാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബസ്സിൽ. എത്തുമായിരിക്കും. ഗൂഗിൾ മാപ്പ് കുറേ ഇട്ട് ചുറ്റിച്ചു. ഒരു രസമില്ലായിരുന്നു. കുറേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി ഭയങ്കര കൺഫ്യൂസ്ഡായി. ഈ 8 മണിക്കാണെങ്കിൽ മറ്റേ ഔട്ട്ലെറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്യും. ഇപ്പം തന്നെ ഇവിടെ 5:37 ആയി. എന്തെങ്കിലുമൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കും, നോക്കാം. ഗൈസ്, നമ്മൾ ഫൈനലി എത്തി. നമ്മൾ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ ഇമാതിരി സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നവരുണ്ട്. കുറേ ആൾക്കാർ. കണ്ടോ ആ കാണുന്ന പച്ച റൂഫുള്ള സംഭവങ്ങൾ, അതൊക്കെയാണ് ഔട്ട്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. എൻട്രൻസ്. യെസ്, കണ്ട ഏകദേശം നമ്മുടെ നാട്ടിലെ പള്ളിയൊക്കെ പോലെ എനിക്ക് അങ്ങനെയൊക്കെ കേട്ടോ തോന്നുന്നത്. നമ്മൾ ഫൈനലി എത്തി. ഇതാണ് എൻട്രൻസ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറും. ഇത് രാത്രി ആകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നല്ലതായിരിക്കും കുറച്ചും കൂടെ. പക്ഷെ ഇപ്പൊ ലേറ്റ് ആയിട്ടല്ലേ സൺസെറ്റ്. ഇതിന്റെ ഉള്ളിലെല്ലാം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഓൺ സ്റ്റോറിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവുണ്ടായിരിക്കും. നോക്കാം എന്തേലുമൊക്കെ മേടിക്കാൻ പറ്റുമോ. ഹോപ്പ്ഫുള്ളി, പ്രോബബ്ലി വലിയ ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. അതായത് എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ കവർ ചെയ്യാൻ പറ്റും. അതായത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഫുള്ളായിട്ട് എല്ലാ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ബാക്കി എൻ്റർടൈൻമെൻറ്റിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു തരാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ SM സ്ട്രീറ്റില്ലേ, അത് തന്നെ. SM പോയാൽ നമ്മുടെ സാധാ കടകൾ, ഇവിടെ വന്നിട്ടുണ്ട് ലക്ഷറിയസ് ബ്രാൻഡ്സ്. അതാണ് മെയിൻ ഡിഫറൻസ്.
എന്താ നമ്മൾ മേടിച്ചേ? ഒന്നും മേടിച്ചില്ല. പറ. ടു ബി ഓണസ്റ്റ് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. മീൻ കൊറേ പൈസയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലതാ. അല്ലാണ്ട് അങ്ങനെ ഒരു സ്പെസിഫിക്കലി അങ്ങനെ നോക്കിയിട്ട് മേടിക്കാന്നില്ല. പിന്നെ നല്ല ഓവർ പ്രൈസ് എന്ന് വെച്ചാൽ ആ ബ്രാൻഡിനുള്ള പൈസ അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ വെറുതെ കുറെ സ്ഥലത്ത് കയറി എല്ലാം നോക്കി പിന്നെ ഒന്നും മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇവിടെ ഇരുന്ന് എന്തേലും കഴിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. തൊട്ടടുത്തായിട്ട് തന്നെ A&Wൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ കയറി ഓരോ ബർഗർ കോംബോ മേടിച്ചു. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ ലേറ്റായി. 8:30 ആയി. കാണിച്ചാൽ ഇവിടെ ഒരു മനുഷ്യനില്ലേ, എല്ലാരും പോയി. ലാസ്റ്റ് അവര് ഷോപ്പ് ക്ലോസ് ചെയ്യാറായപ്പോഴാണ് നമ്മൾ തന്നെ അറിഞ്ഞ ഇത്ര ലേറ്റ്. നമ്മളവിടെ ഇരുന്ന് So for now, bye.